നമസ്കാരം. ഒൻപതാം ഭാവത്തെക്കുറിച്ച്, ഒൻപതാം ഭാവത്തിലിരിക്കുന്ന പാപഗ്രഹങ്ങളെക്കുറിച്ചാണ് ചെറിയ തോതിൽ എന്നീ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒൻപതാം ഭാവം എന്നത്, ധനു എന്നത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണെന്ന് നമുക്കറിയാം. നമ്മുടെ ദീർഘദൂര യാത്രയെ, അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തെ, ഭാഗ്യത്തെ, പിതാവിനെ, അതുപോലെ ധർമ്മത്തെ ഒക്കെ കാണിക്കുന്നുണ്ട് ഈ ഒൻപതാം ഭാവം, നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്ത പുണ്യങ്ങളെ. അപ്പോൾ ധനുവിന് ആ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ധനുവിലിരിക്കുന്ന ഗ്രഹങ്ങൾക്ക്, അതുപോലെ നമ്മുടെ ഒൻപതാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് നമ്മുടെ ആ ഭാഗ്യവുമായി ബന്ധപ്പെട്ട ചില കർമ്മങ്ങൾ പറയാനുണ്ടാകും. അതുപോലെ തന്നെയാണ് ഒൻപതാം ഭാവാധിപൻ എവിടെ ഇരിക്കുന്നു എന്നതും. അദ്ദേഹം എവിടെ ഇരിക്കുന്നുവോ അവിടെ ആ പുണ്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ഒൻപതാം ഭാവാധിപൻ 5-ാം ഭാവത്തിലാണെങ്കിൽ ആ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നിങ്ങളുടെ ആ ഒരു പൂർവ്വജന്മ പുണ്യം പ്രതിഫലിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി, പാപഗ്രഹങ്ങളുടെ യുതിയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തടസ്സങ്ങളും, പഠിച്ച വിദ്യ ഉപയോഗത്തിൽ വരാതിരിക്കുക, അതായത് പഠിച്ച സബ്ജക്റ്റിൽ ജോലി ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കേതുവിനെ പോലുള്ള ഗ്രഹങ്ങളാണെങ്കിൽ ഒരു സബ്ജക്റ്റ് മാറിയിട്ട് വേറെ സബ്ജക്റ്റിലേക്ക് ഇടയ്ക്ക് പോകേണ്ടി വരും. അതായത് ഗ്രാജുവേഷൻ ഒന്നായിരിക്കും, പോസ്റ്റ് ഗ്രാജുവേഷൻ പിന്നെ ആ സബ്ജക്റ്റുമായി ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും സബ്ജക്റ്റ് വീണ്ടും പഠിക്കുക. അതായത് ഒരു ഫീൽഡ് മാറുക, സ്ട്രീം മാറുക എന്നുള്ള സിറ്റുവേഷനൊക്കെ പാപഗ്രഹങ്ങൾ 9-ാം ഭാവാധിപൻ്റെ കൂടെ 5-ാം ഭാവത്തിലൊക്കെ വരുമ്പോൾ കാണാവുന്നതാണ്. പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയായാലും പാപഗ്രഹങ്ങളുടെ രാശിയിലൊക്കെ ഇങ്ങനെ ഇത് വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നതാണ്. 9-ാം ഭാവം എന്നത് ഉന്നത വിദ്യാഭ്യാസത്തെ കൂടി കാണിക്കുന്നു. അപ്പോൾ ധനുവിലിരിക്കുന്ന ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് പാപഗ്രഹങ്ങൾ, ധനുവിലെ പാപഗ്രഹങ്ങൾ, 9-ാം ഭാവത്തിലെ പാപഗ്രഹങ്ങൾ എന്നത് ഒരുപാട് തടസ്സം കൊണ്ടുതരുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഉയർന്ന പോസ്റ്റുകളിൽ ഇരിക്കുന്ന പലരുടെയും ജാതകത്തിലും ഈ 9-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളെ കൂടി കാണാവുന്നതാണ്. അത് കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ നേടിയെടുക്കാനുള്ള ഒരു സാധ്യത കൂടി കാണിക്കുന്നു. പ്രത്യേകിച്ച് ധനുവിൽ രാഹു ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, അതുപോലെ നിങ്ങളുടെ 9-ാം ഭാവത്തിലാണ് രാഹു ഇരിക്കുക എന്ന് വിചാരിക്കുക. ആ രാഹുവിനൊരു ബുധൻ്റെ ത്രികോണ സംബന്ധമോ ദൃഷ്ടിയോ ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സോഫ്റ്റ്വെയർ പോലുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് വിദേശത്ത് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ വിദേശ കമ്പനികളിൽ MNC പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനൊക്കെയുള്ള സാധ്യതകളെയും കാണിക്കുന്നു. എന്നാലും ആ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് എന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പാപഗ്രഹങ്ങൾ 9-ാം ഭാവത്തെ, അതുപോലെ ധനുവിനെയൊക്കെ സ്വാധീനിക്കുമ്പോൾ അവിടെ ആ ഒരു വിളംബം വരുന്നതായിട്ട്, ദൈർഘ്യം, കാലതാമസം എടുക്കുന്നതായിട്ട്, ശനിയാണെങ്കിൽ പ്രത്യേകിച്ചും കാര്യങ്ങളിലെല്ലാം ഒരു തടസ്സം, കാലതാമസം വരും. കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട ഉപദേശം ലഭിക്കാതെ വരിക. പാപഗ്രഹങ്ങൾ വരുമ്പോൾ ആ പാപഗ്രഹവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ആ ഭാവത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ചെറിയൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ശനി ധനുരാശിയിലിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ശനിയെപ്പോലെയുള്ള ഒരു കർമ്മകാരകൻ, അതായത് മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപനായിട്ടുള്ള ആ ഒരു ശനി ധനുവിലിരിക്കുമ്പോൾ ഭാഗ്യം വൈകി വരിക എന്നത്, അതായത് നമുക്ക് കിട്ടേണ്ടുന്ന ഒരു പൊസിഷനായാലും, ആ 9-ാം ഭാവം എന്നത് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഉന്നതമായിട്ടുള്ള പദവികളെയും കാണിക്കുന്നു. അപ്പോൾ ആ പദവിയായാലും ഒരു സൗഭാഗ്യം എന്നത് അത് കാലതാമസം വരും അതിന് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, 9-ാം ഭാവാധിപൻ എവിടെ ഇരിക്കുന്നു എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് മിഥുനം ലഗ്നം, ശനി ഇരിക്കുന്നത് ധനുവിലാണെന്ന് വിചാരിക്കുക. ധനുവിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം ഇരിക്കുന്നത് കർക്കിടകത്തിൽ ഉച്ചത്തിലായിട്ട് കേതുവിനോടൊപ്പമാണെന്ന് വിചാരിക്കാം. അതായത് ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, വ്യാഴത്തിൻ്റെ വീട്ടിൽ, ധനുവിൽ, ധാർമ്മികതയുടെ രാശിയിൽ ഇരിക്കുന്നത് കർമ്മകാരക ഗ്രഹമാണ്. അതായത് ആ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് മിഥുനം ലഗ്നമായതുകൊണ്ട് അവിടെ 9-ാം ഭാവാധിപനായിട്ടുള്ള ശനി, അഷ്ടമഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയാണ് ധനുവിലിരിക്കുന്നത്. 7-ാം ഭാവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് വിദേശത്ത് പോയാൽ മാത്രമേ ശരിയാവുകയുള്ളൂ. അത് ഉന്നത വിദ്യാഭ്യാസത്തിനായാലും ജോലിക്കായാലും. അതുപോലെ 9-ാം ഭാവാധിപനും അഷ്ടമത്തിൻ്റെ ഭാവാധിപനുമായിട്ടുള്ള ഈ ശനി ധനു നാച്ചുറൽ സോഡിയാക്കിൽ 9-ാം ഭാവത്തിലിരിക്കുമ്പോൾ ആ ഭാഗ്യം എന്നത് വൈകി തന്നെയാണ്, അത് ലേറ്റാവും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇവിടെ വ്യാഴം കൂടി കേതുവിൻ്റെ സ്വാധീനത്തിലായതുകൊണ്ട് ആ ഒരു തടസ്സങ്ങൾ എന്നത് പല കാര്യങ്ങൾക്കും, ശനി കർമ്മകാരകനായതുകൊണ്ട് ജോലിയിലെ തടസ്സങ്ങൾ, ജോലി നേരത്തെ ലഭിക്കാതിരിക്കുക, മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാതിരിക്കുക, പലതരത്തിലും പ്രശ്നങ്ങൾ വരിക. വ്യാഴത്തിൻ്റെ കൂടെ വ്യാഴം ഉച്ചത്തിലാണെങ്കിലും സ്വരാശിയിൽ നിന്ന് അഷ്ടമത്തിലാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ അഷ്ടമത്തിലും ചന്ദ്രനുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഗുരുസ്ഥാനമാണ് ഇവിടെ
ആ ഒരു 7ാം ഭാവം വ്യാഴത്തിൻ്റെ രാശിയായിട്ടുള്ള ധനു വരുമ്പോൾ ഇവിടെ അത് ഇവരുടെ ഒരു ജീവിത പങ്കാളിയുടെ ഒരു ഭാവം കൂടിയാണ്. ഈ ധനു എന്നത് മിഥുനം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജീവിത പങ്കാളിയുടെ ഭാവം കൂടിയാണ്. അപ്പോൾ കുറച്ചുകൂടി അവിടെ ശനി ഇരിക്കുമ്പോൾ ജീവിത പങ്കാളിയെ സേവിക്കുക എന്നൊരു കാര്യം മാത്രമല്ല, അഷ്ടമത്തിലാണ് ചന്ദ്രൻ ഇരിക്കുന്നത്. 2ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ഇരിക്കുന്നത് അഷ്ടമത്തിലാണ്. അപ്പോൾ ആ ജീവിത പങ്കാളിയുടെ വീട്ടുകാർ, അപ്പോൾ ഇവിടെ ആ ഒരു ജീവിതത്തിൻ്റെ സംഘർഷം എന്നത് പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും ഈ വ്യക്തി മുൻ ജന്മങ്ങളിൽ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുന്നത് ആ ഗുരുവിനോട് ചെയ്യുന്ന അപരാധങ്ങളായിട്ടായിരിക്കും. ഉദാഹരണത്തിന് വിദ്യാർത്ഥിയാണെങ്കിൽ ഈ വിദ്യാർത്ഥി തൻ്റെ തെറ്റുകളെ, തൻ്റെ കുറവുകളെ മനസ്സിലാക്കില്ല. അധ്യാപകരോട് നല്ല രീതിയിൽ സംസാരിച്ചു എന്ന് വരില്ല. അധ്യാപകരോട് അവർക്ക് എന്താണ് കുറവുകൾ ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കുക. ഗുരുക്കന്മാരോട് അവരുടെ ആ ഒരു മിസ്റ്റേക്സ് തിരഞ്ഞെടുത്ത് പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിക്കുക. കേതു എന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെ, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ, നമ്മളതിനെ മൈക്രോബയോളജി, നാനോ ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നു ഈ കേതുവിനെ. കാരണം എല്ലാ സൂക്ഷ്മ കാര്യങ്ങളും കേതുവാണ്. ആ കേതുവിൻ്റെ കൂടെ, അതായത് ഇമോഷണൽ ആയിട്ടുള്ള രാശിയിൽ കേതുവിനെ പോലെ തലയില്ലാത്തൊരു ഗ്രഹം ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇമോഷൻസ്, മറ്റുള്ളവരുടെ അധ്വാനം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ആ കേതു ഇവിടെ ശനിയുടെ രാശിയായ മകരത്തിൻ്റെ കേന്ദ്രത്തിലാണ് ഇരിക്കുന്നത്, കർക്കിടകത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഗുരുവിൻ്റെ വികാരം എന്താണ്, ഉപദേശം തരുന്നവരുടെ വികാരം എന്താണ്, ഞാൻ അവരെ മാനിക്കേണ്ട രീതിയിൽ കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർ അത് സ്വയം മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇവർക്ക് ഉയർച്ചയുണ്ടാകില്ല. അതുകൊണ്ട് ഇത് കുട്ടികളാണെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും തെറ്റുകൾ കണ്ടുപിടിക്കണം എന്നത് ഒരു ഡ്യൂട്ടിയായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല. പ്രത്യേകിച്ച് അധ്യാപകരുടെ, അവർ സംസാരിക്കുമ്പോൾ വരുന്ന തെറ്റുകളോ ബോർഡിൽ എഴുതുമ്പോൾ വരുന്ന തെറ്റുകളോ മനുഷ്യ സഹജമാണ് എന്നൊരു കാര്യം. ഗുരുവും കേതു ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്നത്, പ്രത്യേകിച്ച് ആ കർക്കിടകത്തിലായതുകൊണ്ട് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ്. അതുകൊണ്ട് ഇവരുടെ എത്രമാത്രം ഈ അഡ്വൈസേഴ്സിനോട്, പ്രോബ്ലം സോൾവേഴ്സിനോട്, അതായത് ആ ഗുരുസ്ഥാനത്ത് വരുന്ന ആൾക്കാരോട്, ഉപദേശം തരുന്നവരോട്, അധ്യാപകരോട്, പിതാവിനോട്, ഇവിടെ മിഥുനം ലഗ്നമായതുകൊണ്ട് 7ാം ഭാവാധിപൻ വ്യാഴമാണ്, ജീവിത പങ്കാളിയോട് മാത്രമല്ല 10ാം ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് മിഥുനം ലഗ്നക്കാർക്ക് വ്യാഴം എന്നത്. പിതാവിൻ്റെ വീട്ടുകാരോട്, വ്യാഴം എന്നത് 9ാം ഭാവത്തിൻ്റെ അധിപനായതുകൊണ്ട് പിതാവിനോട്, അതായത് ആ ഒരു ശനി അവിടെ ഇരിക്കുന്നതുകൊണ്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഗ്രഹമാണ് മിഥുനം ലഗ്നക്കാർക്ക് അഷ്ടമത്തിൻ്റെയും 9ാം ഭാവത്തിൻ്റെയും അധിപൻ. ആകസ്മികമായിട്ടുള്ള മാറ്റം തരാൻ, ജീവിതത്തിനെ ഒരു 180 ഡിഗ്രിയിൽ തിരിച്ച് വയ്ക്കാൻ കഴിവുള്ള ഗ്രഹമാണ് മിഥുനം ലഗ്നക്കാർക്ക് ശനി എന്നത്. അതുപോലെ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനാണ്. ആ ഒരു ഭാഗ്യത്തിൻ്റെ കാര്യം എന്നത്, പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ രാശിയിൽ ശനി വന്നിരിക്കുമ്പോൾ ഈ ഭാഗങ്ങളിലുള്ള ആൾക്കാരോടെല്ലാം, പിതാവ്, മേലധികാരി, അധ്യാപകർ, ഗുരുക്കന്മാർ, നിങ്ങൾ കണ്ടുമുട്ടുന്ന, നിങ്ങൾ അഡ്വൈസ് എടുക്കാൻ പോകുന്നവർ, നിങ്ങൾ ഗവൺമെൻറ് ഓഫീസിൽ പോവുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തു നിന്നെല്ലാം അവരെല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ തരും എന്നൊരു ചിന്ത വേണ്ട. കാരണം അവിടെ ഇരിക്കുന്നത് ശനിയാണ്. അത്രയ്ക്കും വലിയ കർമ്മങ്ങൾ, ശനിയെ സംബന്ധിച്ചിട്ടുള്ള അത്രയ്ക്കും വലിയ കർമ്മങ്ങൾ അവിടെ ചെയ്തിരുന്നു. അതുകൊണ്ട് ധാർമ്മികതയോട് കൂടിയിരുന്ന്, വളരെ ക്ഷമയോട് കൂടിയിരുന്നാൽ പിതാവിനെ, ജീവിത പങ്കാളിയുടെ വീട്ടുകാർ, സ്വന്തം കുടുംബം, ഈ ഭാഗത്തു നിന്നെല്ലാം കുറേ പ്രാരാബ്ധം ഉണ്ടാകും. ശരിക്കും ഇവർക്ക് കുറേ വിഷമങ്ങൾ ഉണ്ടാകും ഇത്തരം ജാതകങ്ങളിൽ. അതുകൊണ്ട് ഇത് സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ 36-ന് ശേഷം പതുക്കെ ഉയർച്ചയുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം മറ്റൊരാളാണ് കുറ്റക്കാർ, മറ്റു വ്യക്തിയാണ് പോയിൻ്റ് ഔട്ട് ചെയ്ത്. കാരണം കേതുവിൻ്റെ ഡ്യൂട്ടി തന്നെ അതാണ്. ഇവിടെ മിഥുനം ലഗ്നക്കാർക്ക് 6ാം ഭാവത്തിൻ്റെ റൂളറാണ് കേതു. ഈ കേതുവിൻ്റെ ഈ ഒരു സ്വഭാവം, കാരണം ഇവിടെ കേതു കർക്കിടകത്തിൽ നിന്ന് ഈ ഒരു സ്വരാശിയുമായിട്ട് വൃശ്ചികത്തിലേക്ക് ത്രികോണ സംബന്ധവും പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാട്ടുക എന്നത് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ജോലി കാര്യങ്ങളിലാണെങ്കിൽ നല്ലതാണ്. ഒരു അക്കൗണ്ട് സെക്ഷനിലോ കുട്ടികളുടെ തെറ്റുതിരുത്തി അവരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനത്തിലേക്കോ ഒക്കെ ആയി മാറുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഈ വ്യക്തി സൂര്യൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചതാണെങ്കിൽ, ഈഗോ വളരെയധികം കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ആ കുനിയാനുള്ള മനസ്ഥിതി ഉണ്ടാകില്ല. അത്ര തന്നെ ഡിലേ ആയിരിക്കും. ശനി അവിടെ വ്യാഴത്തിൻ്റെ രാശിയിലിരിക്കുമ്പോൾ ഈ ശനി ത്രികോണ സംബന്ധം വഹിക്കുന്നത് സൂര്യൻ്റെ രാശിയുമായിട്ടാണ്. അതുകൊണ്ട് ആ ഒരു ഗവൺമെൻറ് അധികാരികൾ, അതോറിറ്റേറ്റീവ് പൊസിഷനിലിരിക്കുന്നവർ
സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആൾക്കാർ ഇവരുമായെല്ലാം ഈ ഒരു ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ശനിയെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്ഷമ, അങ്ങേയറ്റം ക്ഷമ, അതുപോലെ ധാർമ്മികമായിട്ടിരിക്കുക, മോറൽ വാല്യൂസ് മുറുകെ പിടിക്കുക. ഇവിടെ അഷ്ടമത്തിൽ ഗ്രഹമുണ്ട്, വ്യാഴത്തിൻ്റെ നീചദൃഷ്ടിയുമുണ്ട്. മോറൽ വാല്യൂസ് മുറുകെ പിടിക്കുക, ജീവിത പങ്കാളിയെ ഭഗവാൻ തന്ന ഒരു അനുഗ്രഹമായിട്ട് കണ്ടിട്ട് ബഹുമാനിക്കുക. തീർച്ചയായിട്ടും ഒരു വയലൻസും സഹിക്കണം എന്നിവിടെ പറയുന്നില്ല, അത്തരം കാര്യങ്ങൾ ഒരിക്കലും സഹിക്കരുത്. ഇതൊരു ജനറൽ എക്സാമ്പിളായി എടുത്തിട്ട് എഡ്യൂക്കേഷണൽ പർപ്പസിന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ അങ്ങേയറ്റം ക്ഷമ വേണം. കൂർമ്മ അവതാരത്തിൻ്റെ ആ ഒരു രീതിയിലിരിക്കണം. അഷ്ടമത്തിൻ്റെ അധിപൻ ശനിയാണ്, 9ാം ഭാവത്തിൻ്റെ അധിപൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, കൂർമാവതാരം, ഭഗവാന്റെ കൂർമ്മ അവതാരത്തിൻ്റെ മുകളിൽ മന്ദാര പർവ്വതം വെച്ചിട്ടാണ് സമുദ്രമന്ഥനം പോസിബിളാക്കിയത്. ആ കൂർമ്മ അവതാരത്തെ അങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കാറില്ല. ഭാരം മുഴുവൻ ചുമന്നത് ഭഗവാന്റെ അവതാരമായിരുന്നു. അപ്പോൾ അതുപോലെ ശനി 9, 10 ഭാവങ്ങളിലിരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അതുപോലെ ആയിരിക്കണം. ആ കൃപ നമ്മുടെ അടുത്തേക്ക് വന്നു ചേരും. ആ പ്രാരാബ്ധം കഴിയുമ്പോൾ കൃപ വന്നു ചേരും, നമ്മളെ അന്വേഷിച്ചിട്ട് വരും. ജോലിയാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും. അതുകൊണ്ട് ഇവിടെ വീണ്ടും വീണ്ടും ഇത്തരം ആൾക്കാരുടെ ശാപം വാങ്ങരുത്, അതൃപ്തി വാങ്ങിക്കൂട്ടരുത്, നിങ്ങളുടെ അഡ്വൈസേഴ്സിൻ്റെ, പിതാവിൻ്റെ ഒന്നും. മാത്രമല്ല നല്ല ഉയരങ്ങളിലെത്താൻ കഴിയുന്നതുമാണ്. കൂടെ പഠിച്ചവരൊക്കെ ജോലി ചെയ്ത് ചിലപ്പോൾ ചില പ്രശ്നങ്ങളോ മറ്റോ ആയിട്ട് ജീവിതത്തിൻ്റെ 2ാം പകുതിയിൽ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ 2ാം പകുതിയിൽ ഇവർ ഉയർച്ചയിലേക്ക് പോകുന്നതായിട്ട് കാണാം. അതുവരെയുള്ള സംഘർഷങ്ങളെ മറികടന്ന് നന്ദിയുള്ളവരായിട്ടിരുന്ന്, കാരണം പ്രാരാബ്ധം തീർക്കാനുള്ള അവസരം ഭഗവാൻ തരുന്നുണ്ടല്ലോ, ചിലർക്ക് അതും ലഭിക്കുന്നില്ല. അതായത് ഈ 9ാം ഭാവാധിപൻ, മകരത്തിൻ്റെ കൂടി അധിപൻ, അഷ്ടമത്തിൻ്റെ കൂടി അധിപനായിട്ടുള്ള ശനി വിദേശത്തിരുത്തിയിട്ട് കുറച്ചൊക്കെ നമ്മുടെ യോഗ്യതയ്ക്കൊക്കെ അനുസരിച്ചിട്ടല്ലാത്ത പല ജോലികളും ചെയ്തിട്ട് നമുക്ക് അർഹിക്കുന്ന തരത്തിലുള്ള വരുമാനമൊന്നും തരാതെ, അതായത് ആ ഒരു കൂർമ്മത്തിൻ്റെ അവസ്ഥയാണ്. പതുക്കെ പതുക്കെ നമുക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല, നമ്മളെ ആരും ബഹുമാനിക്കുകയോ ഇങ്ങനെ ഒരാൾ ഓഫീസിലുണ്ടെന്നോ പോയി വരുന്നുണ്ടെന്നോ ഒന്നും അറിയില്ല. അതായത് നമ്മളൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ ആ ഓഫീസൊക്കെ വളരെ ക്ലീനായിട്ടിരിക്കുമ്പോൾ ഓഫീസ് നല്ല ക്ലീനാണ് എന്നൊരു ചിന്തയേ നമുക്കുള്ളൂ. അത് വൃത്തിയാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അതിനുവേണ്ടി അവർ ഓഫീസിൽ നേരത്തെ വരുന്നു, എല്ലാവരും എത്തുന്നതിന് മുന്നേ ക്ലീനാക്കി വയ്ക്കുന്നു. അപ്പോൾ അവരെപ്പറ്റി ആരും അധികം ചിന്തിക്കില്ല. ആ ഒരു ലെവലാണ് ശനിക്ക് എപ്പോഴും. എല്ലാവരും പ്രശംസിക്കുന്നത് ആ ഒരു മാനേജ്മെൻറ്റിനെ പറ്റി. നല്ല ക്ലീൻ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, നല്ല ക്ലീനാണ്. ഈ ഫെസിലിറ്റികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിക്കളയുന്നതും വളരെ ക്ലീനാക്കി വയ്ക്കുന്നതും, എല്ലായിടത്തും കുടിക്കാനുള്ള വെള്ളമായാലും മറ്റ് എല്ലാവരുടെ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വയ്ക്കുന്നത് അവിടുത്തെ ആ ഒരു ക്ലീനിങ് സ്റ്റാഫായിരിക്കാം. പക്ഷെ അവരെ ആയിരിക്കില്ല ആദ്യം സ്മരിക്കുന്നത്. അങ്ങനെയാണ് ശനിയുടെ അവസ്ഥ. അപ്പോൾ ആരാണോ ഈ ഒരു ഗൂഢതത്വം മനസ്സിലാക്കിയത്, ഇങ്ങനെ ധനുവിൽ, അതായത് ഭാഗ്യസ്ഥാനത്ത് ശനി ഇരിക്കുമ്പോൾ, കർമ്മകാരകൻ ഭാഗ്യസ്ഥാനത്തിരിക്കുമ്പോൾ ആ കർമ്മത്തിൽ വിളംബം കൊണ്ടുത്തരും, ഡിലേ കൊണ്ടുത്തരും. അതിനെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്കത് ഒരുപാട് വൈകി ലഭിക്കേണ്ടത് അതിനെ കുറച്ച് നേരത്തെ കിട്ടും. 36 കഴിഞ്ഞിട്ട് കിട്ടാൻ തുടങ്ങും. എത്രമാത്രം നമ്മൾ അഹംഭാവം കൊണ്ട് എനിക്കെന്തുകൊണ്ട് കിട്ടിയില്ല, എന്നെ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു, എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല, ആ ഞാൻ എന്നത്, ആ ഒരു കാര്യത്തെ നമ്മൾ കുറച്ച് ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. ഭഗവത് തത്വത്തെ അറിയണം എന്നത്, ഭഗവാന്റെ ചരണങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കണം എന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു ഈശ്വര ചിന്തയില്ലെങ്കിൽ, ദൈവം അല്ലെങ്കിൽ ഭഗവാൻ എന്ന ഏതോ ഒരാൾ മുകളിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നമ്മളെല്ലാം നന്നാക്കലാണ് എന്നൊരു ചിന്ത, നമ്മുടെ കർമ്മങ്ങൾക്ക് വിലയേ ഇല്ല എന്നൊരു ചിന്തയാണെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. നമ്മുടെ കർമ്മങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല ഭഗവാൻ. ഇവിടെ ഇൻ്റർഫിയർ ചെയ്യുന്നത് ആ കർമ്മങ്ങളെ അങ്ങനെ കരിച്ചു കളയുന്നത്, മുൻജന്മ കർമ്മഫലങ്ങളെ കളയുന്നത്, ഇല്ലാതാക്കുന്നത് നാമജപങ്ങളാണ്. എത്രമാത്രം ശക്തമാണ് നിങ്ങളുടെ ഭഗവത് ചിന്തയും ധ്യാനവും ഭഗവത് സ്മരണയും ഭഗവാന്റെ നാമങ്ങളും സർവകർമ്മങ്ങളും അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ്. ഈ ജന്മം തന്നതിന് നന്ദി പറയുകയാണ്, ശരണാഗതരായിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 9ാം ഭാവത്തിലെ പാപഗ്രഹങ്ങൾ, ശനിയായാലും ചൊവ്വയായാലും രാഹു ആയാലും ഒക്കെ ഇത് മനസ്സിലാക്കിയെടുക്കാൻ നല്ല ദശാകാലം ഉണ്ടെങ്കിൽ, വ്യാഴത്തിൻ്റെ പൊസിഷൻ നല്ലതാണെങ്കിൽ കുറച്ച് ലേറ്റായിട്ട് മനസ്സിലാകും. ഇല്ലെങ്കിൽ ഇത് മനസ്സിലാകുകയില്ല, മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കും. ഇവർക്ക് പ്രശ്നം വരുമ്പോഴാണ് ഇവർ ജ്യോതിഷാചാര്യന്മാരുടെ അടുത്ത് പോകുന്നത്,
കാരണം എന്തുകൊണ്ട് എനിക്ക് PhD കഴിഞ്ഞിട്ടും ഈ സാലറി കൂട്ടി കിട്ടുന്നില്ല? ചെറിയ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇന്ന ഫീൽഡിലേക്ക്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അവിടെ എത്തുന്നില്ല. എന്തുകൊണ്ട് മേലധികാരി, ഏത് കമ്പനിയിൽ പോയാലും മേലധികാരിയുമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പ്രശ്നം വരുന്നു? ഞാൻ ക്ഷമിച്ചാലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എനിക്ക് എന്താണ് ഫലം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ഓഫീസ് പൊളിറ്റിക്സ് നേരിടേണ്ടി വരുന്നത്? ഇതിനെല്ലാം ഉത്തരം 9ാം ഭാവത്തിലുണ്ട്. പക്ഷേ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം മറ്റുള്ളവരല്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിലാണ് ആ ഗ്രഹങ്ങൾ ഇരിക്കുന്നത്, മറ്റുള്ളവരുടെ ജാതകത്തിലല്ല. നിങ്ങളുടെ ജാതകത്തിലെ ആ ഭാവത്തിലെ ഗ്രഹങ്ങൾ എന്നത് നിങ്ങളുടെ സ്വന്തം കർമ്മഫലമാണ്, നമ്മുടെ അക്കൗണ്ടിലുള്ളതാണ്. നമ്മൾ ഇന്ന് നമ്മുടെ പ്ലേറ്റിൽ ആഹാരം എത്തുമ്പോൾ നമ്മൾ മറ്റൊരാളോട് പോയി ചോദിക്കുന്നില്ലല്ലോ ഈ ആഹാരം എവിടെ നിന്നാണ് വന്നതെന്നത്. നമ്മൾ കഴിക്കുന്നില്ലേ നമ്മുടേതാണെന്ന് വിചാരിച്ചിട്ട്. അതുപോലെ നമ്മുടെ അഭാഗ്യങ്ങളെയും നമുക്ക് കിട്ടാത്തതും തടസ്സങ്ങളെയും എല്ലാം നമ്മുടെ കർമ്മഫലമാണ്. ഇത് തന്നെയാണ് ഈ ശനി ഇൻസൾട്ടും തരും. ശനി എവിടെ ഇരിക്കുന്നു ആ ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള ഇൻസൾട്ടും തരുന്നതാണ്. ശനിയുടെ ദൃഷ്ടികൾ എവിടെ പതിക്കുന്നു, ശനിയുടെ ദൃഷ്ടികളെ പറ്റി വേറെ വീഡിയോ ഉണ്ടായിരുന്നു. ഇവിടെ ഇദ്ദേഹം ഇതിനും തരാൻ കെൽപ്പുള്ള ഒരാൾ തന്നെയാണ്. മനസ്സിലാക്കുക, അത് നമ്മുടെ കർമ്മഫലമാണെന്നത്. അതായത് 9ാം ഭാവത്തിൽ ശനി ഇരിക്കുകയാണെങ്കിൽ ധനുവിൽ ശനി ഇരിക്കുകയാണ്, വ്യാഴത്തിൻ്റെ കൂടെ ചൊവ്വ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, രാഹു ചൊവ്വ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ക്യൂ നിൽക്കേണ്ടി വരും. ദർശനം കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും തിരക്കുള്ളൊരു ദിവസമായിരിക്കും നിങ്ങൾ എത്തിപ്പെടുന്നത്, തിക്കും തിരക്കും ഒക്കെ ആയിട്ട്. ആ 9ാം ഭാവത്തിൻ്റെ ആ അമ്പലം എന്നുള്ള കാര്യത്തിൻ്റെ അവിടെ അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇത് തന്നെയാണ് ദീർഘദൂര യാത്രയ്ക്ക് പോകുമ്പോഴും എന്തെങ്കിലും പ്രശ്നം വരിക. ഇങ്ങനെ ഈ 9ാം ഭാവാധിപൻ എവിടെ പോകുന്നു അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചൊവ്വയ്ക്ക് 9ാം ഭാവത്തിലാവുമ്പോൾ കുറേയൊക്കെ ഗുരുവിനെ ഇൻസൾട്ടും ചെയ്യും, കളിയാക്കുകയും ചെയ്യും, പരിഹസിക്കുകയും ചെയ്യും. മാത്രമല്ല അനുസരിക്കുകയും ഇല്ല. നമുക്ക് പരിഹാരവും ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പരിഹാരം പറഞ്ഞു കൊടുത്താൽ അത് ചെയ്യുകയുമില്ല. കാരണം ഇതൊക്കെ ചെയ്തിട്ട് എനിക്കെങ്ങനെ ജോലി കിട്ടും? അതുപോലെ ഇതൊക്കെ വായിച്ചാൽ ജോലി കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? നാമജപങ്ങളും പൂജാപ്രാർത്ഥനകളും പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നിഷ്ഠയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, വിശ്വാസത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലമുണ്ടാകും. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിലും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിലും ആ ഗ്രഹം കൂടി വിചാരിക്കണം. അങ്ങനെ അത് റിസൾട്ട് തരികയുള്ളൂ. ആ ഗ്രഹവുമായിട്ടുള്ള കർമ്മബന്ധം എന്നത് എത്ര വലുതാണോ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഫലവും നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ, ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കുറച്ചൊക്കെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത്. അനേകം ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മഫലം, കാരണം ഒരു ജന്മത്തിൽ ചെയ്ത തെറ്റ് പിന്നീടുള്ള ജന്മങ്ങളിൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. മുൻ ജന്മങ്ങളിൽ ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തു, ഇപ്പം എത്ര മോഡേൺ ആയാലും ഒന്നുകിൽ അധ്യാപകരെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് വരുന്നവരെ, 9ാം ഭാവാധിപൻ ആരാണോ ആ സ്ഥാനത്ത് വരുന്നവരെ, ഒരു അഡ്വൈസർ ആയിരിക്കാം. ശനിക്ക് പ്രത്യേകിച്ച് ദാനധർമ്മങ്ങളാണ്. ഇതൊന്നും ചെയ്യാതെ ശനി 9ാം ഭാവത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു വ്യാഴത്തിൻ്റെ കാരകത്വങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യണം. ഇനി അമ്പലങ്ങളിലേക്കും ബ്രാഹ്മണർക്കും, അതായത് പൂജാരിമാർക്കും മറ്റ് ക്ഷേത്രങ്ങളിലേക്കുള്ള വഴിപാടുകൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ തീരെ മനസ്സില്ലാത്ത ആളാണെങ്കിൽ, അതിഷ്ടമേ അല്ല അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരെ, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ, അതുപോലെ അമ്പലങ്ങളെ അങ്ങനെ ഇഷ്ടമേ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അത്തരം ആൾക്കാർക്ക് മറ്റ് സമൂഹത്തിലേക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാനും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും എനിക്കല്ലേ നഷ്ടം? പണം നഷ്ടമാവുകയല്ലേ? അങ്ങനെ സംശയങ്ങളാണ്. കാരണം ആ ഗ്രഹവും അത്ര പെട്ടെന്ന് സമ്മതിക്കില്ല. ആ പ്രാരാബ്ധം, പാപഗ്രഹങ്ങളുടെ ആ പ്രാരാബ്ധം മാറാൻ ഗുരുവിനെ കണ്ണടച്ച് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, വിശക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള ആ മനസ്സുണ്ടാകുന്നുണ്ടോ? എനിക്ക് ജോലി കിട്ടി, എനിക്ക് വിദേശത്തെത്താൻ പറ്റിയില്ല, എനിക്കെതിരെ ഓഫീസ് പൊളിറ്റിക്സ്, എനിക്ക് ഇന്നത് കിട്ടിയില്ല, എൻ്റെ ഭാഗ്യഭാവത്തിൽ തടസ്സങ്ങളുണ്ട്, ഞാൻ മുന്നേ ചെയ്ത ഇൻസൾട്ടുകൾ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധമില്ലാതെ, പറഞ്ഞ പരിഹാരങ്ങളും വിശ്വാസമില്ലാത്തത് കൊണ്ട് ചെയ്യാതെ ഇരിക്കുമ്പോൾ എങ്ങനെ നന്നാവും? ചൊവ്വ വന്നു കഴിഞ്ഞാലാണ് കൂടുതൽ പ്രശ്നം. അത് ഗുരുവിനെ കൂടി ഇൻസൾട്ട് ചെയ്യുന്നതായിരിക്കും. രാഹു വരുമ്പോൾ അതിൻ്റെ ഒരു കണ്ണിങ്നെസ്സും സാമർഥ്യവും ഒക്കെ മറ്റൊരു ലെവലാണ്. നിങ്ങളെക്കാൾ അറിവ് എനിക്ക് തന്നെയാണ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ രീതി ഇതാണ്.
ആ രാഹുവിൻ്റെ വഴി എന്നത് ആ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെയായിരിക്കും, അതിൻ്റേതായിട്ടുള്ള വഴിയാണ്. അപ്പോൾ 9ാം ഭാവം അതിൻ്റെ പരിഹാരമാണ് ഏറ്റവും പ്രയാസം. ഏകദേശം അസുഖങ്ങളും 9ാം ഭാവത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നവുമാണ് മാറ്റാനായിട്ടും. അതുപോലെ 9ാം ഭാവാധിപൻ ജാതകത്തിൽ 9ാം ഭാവാധിപൻ കാരണം ജോലി, സന്താനം, വിവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തടസ്സം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിഹാരം എന്നതും പൂർണ്ണ ഭക്തിയോടുകൂടി അതുപോലെ സമർപ്പണ മനോഭാവത്തോടു കൂടി നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. പിന്നീടാണ് ബാക്കി കാര്യങ്ങളെല്ലാം. ആൾക്കാർ ചോദിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളെ പറ്റിയല്ല, എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നതിനെപ്പറ്റി ആദ്യം ആലോചിക്കുക. അപ്പോൾ ഇത് 9ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടായാലുള്ള ഒരു എക്സാമ്പിൾ എടുത്തിട്ട്, പ്രത്യേകിച്ച് ഇവിടെ ചൊവ്വയും ചൊവ്വ, രാഹു, ശനി എന്നിവയെ കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. 9ാം ഭാവത്തിൽ കേതു വരുമ്പോഴും ആ ഭാഗ്യത്തിൽ തടസ്സം കൊണ്ടുതരും, ബ്ലോക്കേജസ് കൊണ്ടുതരും. എന്നിരുന്നാലും ഒരു ഗുരുവിനെ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ, മാത്രമല്ല ഇവിടെ ഒരു ദേവതയിൽ വിശ്വസിക്കാൻ പഠിക്കേണ്ടതുമാണ് 9ാം ഭാവത്തിൽ കേതു ഉള്ളവർ. ഉദാഹരണത്തിന് 9ാം ഭാവത്തിൽ കേതു മകരം രാശിയിൽ, അതായത് ഇടവം ലഗ്നം, കേതു മകരം രാശിയിലാണെന്ന് വിചാരിക്കുക. ഒരു ദേവത, ആ ഒരു ദേവതയിൽ വിശ്വസിക്കണം. അതായത് ജോലി ആയിരിക്കാം മിക്കവാറും ഇവരുടെ പ്രശ്നം. ജോലി മാറിക്കൊണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ടിരിക്കാൻ പറ്റാതെ വരിക, അതുപോലെ പാപഗ്രഹങ്ങളുടെ ദശയാണ്, ദീർഘകാലം ജോലിയില്ലാത്ത സിറ്റുവേഷൻ വരിക. ഇങ്ങനത്തെ സിറ്റുവേഷൻ പ്രത്യേകിച്ച് ഇടവം ലഗ്നക്കാർക്ക് ചൊവ്വയുടെ മഹാദശയൊക്കെ വരുമ്പോൾ അത് 12ഉം 7ഉം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ഈ കേതു ഇതുപോലെ അവിട്ട നക്ഷത്രത്തിലോ മകരത്തിലെ അവിട്ട നക്ഷത്രത്തിലോ ഒക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ഒരു 9ാം ഭാവത്തിൽ ചൊവ്വയുടെ 12ാം ഭാവാധിപൻ്റെ നക്ഷത്രത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ബ്ലോക്കേജ് ഉണ്ടാവും ആ ഗുരുവിനെ സംബന്ധിച്ചിട്ട്. അതുകൊണ്ട് ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു 4 മാസം ഒരു ദേവതയെ വിളിച്ചു പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞു ജോലി ശരിയായില്ല, അപ്പോൾ പിന്നെ അടുത്ത ദേവതയെ നോക്കാം, എന്നിട്ട് പിന്നെ അടുത്ത ദേവതയെ നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവർ ഭക്തി കൊണ്ടല്ല അവരെ വിളിക്കുന്നത്. ഇവർ പറയാണ് എന്തുകൊണ്ടാണ് എനിക്കിത് വരുന്നത്, ഞാൻ ഇത്ര ക്വാളിഫൈഡ് ആയിട്ടും എനിക്ക് ഇത്ര വലിയ ബിടെക്കും എംടെക്കും ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് ഇന്നതിന് ശേഷം എവിടെയും ചേരാൻ പറ്റുന്നില്ലല്ലോ. ഓരോരുത്തരോട് ഇതാണ് പറയുന്നത്, അല്ലാതെ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയല്ല. നമുക്ക് ഒരേ സമയം ദൈവങ്ങളോട് സ്നേഹമാണെന്ന് വിചാരിക്കുക. ഒരുപാട് എനിക്ക് ഉണ്ണിഗണേശനെയും ഇഷ്ടമാണ്, ബാലമുരുകനെയും ഇഷ്ടമാണ്, ഉണ്ണിക്കണ്ണനെയും ഇഷ്ടമാണ്, ബാല ത്രിപുരസുന്ദരിയെ ഇഷ്ടമാണ്. അങ്ങനെ കുഞ്ഞു ഫോമിലുള്ള അതായത് കുഞ്ഞു രൂപങ്ങളിലുള്ള എല്ലാ ദൈവങ്ങളെയും എനിക്കിഷ്ടമാണെന്ന് വിചാരിക്കുക. ഒരു വ്യക്തി അങ്ങനെ പറയുകയാണ്, അത് സ്നേഹമാണ്. ഈ ദേവതകളുടെ എല്ലാം കൃപയും ഉണ്ടാകും, കാരണം സ്നേഹിക്കുകയാണ്, നിങ്ങൾ അവിടെ ആവശ്യപ്പെടുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യത്തിനായിട്ട് ഒരു ദേവത വിളംബം തടസ്സം കാണിക്കുന്നുണ്ടെങ്കിൽ ഉടനെ അത് വിട്ടിട്ട് വേറൊന്നിലേക്ക് പോകുമ്പോൾ അത് ശരിയാവില്ല. അത് തന്നെയാണ് ഗുരുവിൻ്റെ കാര്യം. ഇവിടെയും ഇതാണ് പ്രശ്നം. 9ാം ഭാവത്തിൽ കേതു ഉണ്ടാകുമ്പോൾ ഒരുപാട് ആസ്ട്രോളജേഴ്സിൻ്റെ അടുത്തും പോകും, ഒരുപാട് തരം ആസ്ട്രോളജേഴ്സിൻ്റെ. ഒരു വേദിക് ആസ്ട്രോളജറിൻ്റെ അടുത്ത് പോയി, ഒരു താമ്പൂല പ്രശ്നക്കാരൻ്റെ അടുത്ത് പോയി, ഒരു നാഡി ആസ്ട്രോളജറിൻ്റെ അടുത്ത് പോയി, പലയിടത്തും പോവുകയാണ്. പറയുന്നത് എല്ലാവരും ഒരേ കാര്യം തന്നെ ആയിരിക്കാം, പക്ഷെ അവർക്കൊരു തൃപ്തി വരുന്നില്ല. ഇവിടെ ആ ഒരു ഒറ്റ ഗുരു, ഒറ്റ ദൈവം എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കൃപയുണ്ടാകും. കാലതാമസം എടുത്താലും കൃപയുണ്ടാകും. അത് ബുദ്ധിമുട്ടാണ് പലപ്പോഴും. ഈ ഉദാഹരണം എന്നത് ജോലിയുടെ കാര്യം വെച്ച് പറഞ്ഞതാണ്. ഓരോ രാശികളിൽ കേതു വരുമ്പോൾ ഏത് നക്ഷത്രത്തിൽ ഇരിക്കുന്നതിനനുസരിച്ചിട്ട് ദശാകാലങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത റിസൾട്ടാണ്. ഈ ഒരു മകരം 9ാം ഭാവമായിട്ടുള്ള ഒരു ചെറിയൊരു ഉദാഹരണമാണ്. മറ്റു ഗ്രഹങ്ങളുടെ കാര്യം ഇവിടെ ഞാൻ പരാമർശിച്ചിട്ടില്ല. ഇതിനുള്ളൊരു പരിഹാരം എന്നതും നാമജപം തന്നെയാണ്. ആൾക്കാർക്ക് അതിൽ വിശ്വാസമില്ല. ഒരുപാട് പൈസ കൊടുത്തിട്ട് എവിടേക്കോ പോയി കുറേ പൂജകളൊക്കെ കഴിപ്പിക്കുക, എന്നിട്ട് അതിന് ഫലമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം എന്തു ചെയ്തു എന്നത്. നാമജപങ്ങൾക്ക് അത്രയും ഇഫക്റ്റ് ഉണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. അത് ശരിക്കും നമ്മൾ നിഷ്ഠയായിട്ട്, നമ്മൾ കുറച്ച് തിരക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി രാവിലെ എണീറ്റിട്ട് രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, അങ്ങനെ അതുപോലെ നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ നമുക്ക് നാമം ജപിക്കാവുന്നതാണ്. അത് പിന്നെ ഉറക്കത്തിലും ഉണ്ടാവും. നമ്മൾ ഉണരുമ്പോഴും ഇടയ്ക്ക് രാത്രിയിൽ ഉറക്കം ഉണരുമ്പോഴും ഒക്കെ നമുക്ക് ഒന്നുകിൽ നമ്മൾ ചൊല്ലുന്ന മന്ത്രമായിരിക്കും വരിക. അപ്പോൾ ഇവിടെ ഭഗവാൻ പറഞ്ഞ ഒരു ശ്ലോകം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടതായിരുന്നു അത്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഭഗവത്ഗീതയിൽ കർമ്മം, വികർമ്മം, അകർമ്മം എന്നീ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കർമ്മം എന്നത് എപ്പോഴും നമ്മൾ ആ ഒരു ഇന്ദ്രിയ നിയന്ത്രണം വെച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾക്ക് ശരി തെറ്റ് എന്നൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. കർമ്മങ്ങളിൽ വരുന്നത്, ഞാൻ ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, വീഡിയോയുടെ ദൈർഘ്യം കൂടും.
ഇവിടെ വികർമ്മം എന്ന് ഭഗവാൻ പറയുന്നത് നിഷേധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളാണ്. ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നത് നമുക്കറിയാം. ഏകദേശം നമുക്ക് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കെല്ലാം അറിയാവുന്നതാണ്. ചില കാര്യങ്ങൾ അപരാധമാണ്. നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂടാ എന്നത്. കുറേയൊക്കെ നമുക്ക് അണ്ടർസ്റ്റുഡാണ്. നമ്മൾ ആ കർമ്മം എന്നൊരു കാര്യം, ഭഗവാൻ ആദ്യം പറഞ്ഞ കർമ്മം എന്നൊരു കാര്യം, അത് നമ്മൾ ചെയ്യുമ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞാലും അറിഞ്ഞോ അറിയാതെയോ അതിൽ നിന്ന് തെറ്റുകൾ പറ്റിപ്പോകുന്നുണ്ട്. അതായത് കർമ്മം എന്ന കാര്യത്തിൽ നമുക്ക് നമ്മുടെ സ്നാനാദി കർമ്മങ്ങളായാലും നിത്യവൃത്തികളായാലും പൂജാ പ്രാർത്ഥനകളായാലും എല്ലാം പെട്ടു. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിനടിയിൽപ്പെട്ട് ചത്തുപോകുന്ന പ്രാണികളായാലും, നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ അടിക്കുകയും തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചത്തുപോകുന്ന പ്രാണികളായാലും എല്ലാം ആ കർമ്മങ്ങളിൽ വികർമ്മം എന്ന് പറയുന്ന ചില നിഷേധിച്ച കാര്യങ്ങളാണ്. ഇതിൽ വർജിതമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അകർമ്മം എന്നൊരു കാര്യമാണ് നമ്മൾ എല്ലാം ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക എന്നത്. അതായത് നമ്മുടെ ലക്ഷ്യം എന്നത് ഭഗവത് പ്രാപ്തി ആയിരിക്കണം. ഈ ചക്രത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് ആ കർമ്മം ചെയ്യാനായിട്ട് അങ്ങയുടെ അനുഗ്രഹം വേണം. സദാസമയവും അങ്ങയുടെ നാമങ്ങൾ ജപിക്കുന്നു. അപ്പോൾ മനസ്സ്, ഇന്ദ്രിയങ്ങൾ എപ്പോഴും ഭഗവാനിലേക്ക് ആയിരിക്കും. നമ്മുടെ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യുന്നു. കുട്ടികളെ പഠിപ്പിക്കുക, സ്കൂളിൽ പറഞ്ഞയക്കുക, ജോലിക്ക് പോവുക, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മനസ്സ് മറ്റു കാര്യങ്ങളിലേക്കല്ല, ഭഗവത് ചിന്തയിലാണ്. നാവ് നാമം ജപിക്കുന്നതിൽ ബിസിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ അത് വളരെ ശ്രേഷ്ഠമാണ്. ഗൃഹസ്ഥാശ്രമത്തിലെ കർമ്മങ്ങൾ എന്നത് വളരെ ശ്രേഷ്ഠം തന്നെയാണ്, നാമജപം കൂടിയുണ്ടെങ്കിൽ. കുടുംബത്തോടൊപ്പം ഇരുന്ന് നാമം ജപിക്കുന്നതും ഒരുപാട് ഗുണം ചെയ്യും. മുൻജന്മ പാപങ്ങളെയെല്ലാം നശിപ്പിച്ച് കളയാൻ നാമജപത്തിന് ശക്തിയുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരവും. അപ്പോൾ ശനി എന്നത് കർമ്മകാരക ഗ്രഹമാണ്. ശനി ന്യായാധിപനെയൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജകൊട്ടാരത്തിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയുണ്ടെന്ന് വിചാരിക്കുക. അതായത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കൊല്ലാൻ വിധിച്ച ഒരാളെ, അതായത് ഒരു കുറ്റവാളിയെ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു ഡ്യൂട്ടിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്നത് ശരിക്കും കുറ്റവാളികളെ കൊല്ലുക എന്നൊരു കർമ്മം ചെയ്യുന്നത് ആ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യുകയാണ്. ആ വ്യക്തിയുടെ സർവ്വകർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കുകയാണ്. കാരണം എനിക്ക് കിട്ടിയ ഡ്യൂട്ടി ഇതാണ്. എൻ്റെ മുന്നിലേക്ക് തൂക്കുകയറിടാൻ കൊണ്ടുവരുന്ന ആ വ്യക്തി ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നെ ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ എനിക്ക് കിട്ടിയ ഡ്യൂട്ടി ഇതാണ്, ഈ ആരാച്ചാരുടെ ഡ്യൂട്ടിയാണ്. അത് ആ കർമ്മവും ഞാൻ ഭഗവാന് സമർപ്പിക്കുന്നു. കാരണം ഇതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അത് ന്യായാധിപൻ വിധിച്ചതാണ്, ആ ഡ്യൂട്ടി ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി ഇത്രയൊക്കെ ആൾക്കാരെ വധശിക്ഷ നടപ്പിലാക്കിയത്, ആ കർമ്മം ചെയ്തത് ഞാനാണ് എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അതുതന്നെയാണ് ഭഗവാൻ അർജുനനോടും പറയുന്നത്. ഈ നിൽക്കുന്നതെല്ലാം ബന്ധുജനങ്ങളാണെന്ന് നോക്കണ്ട, ധർമ്മത്തെ രക്ഷിക്കാനായി യുദ്ധം ചെയ്യൂ എന്നത്. അപ്പോൾ ശനിയെപ്പോലെ, ചൊവ്വയെപ്പോലെ, രാഹുവിനെ പോലെ, കേതുവിനെ പോലെ ഉള്ള പാപഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഗീത വായിക്കുക എന്നത് ഒരുപാട് ഗുണം ചെയ്യും. നമ്മൾ അവിടെ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ഏത് ജോലിയാണ് നിങ്ങൾ കിട്ടിയത്? ഒരുപക്ഷെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നത്, നിങ്ങൾ ചെറുപ്പത്തിലെ തയ്യാറെടുത്തത് ഒരു ജോലി എന്ന് നിങ്ങൾ സ്വപ്നം കണ്ടത് ഒരു ആർമി ഓഫീസർ ആവാനായിരിക്കാം. നിങ്ങളുടെ വർക്കൗട്ടും നിങ്ങളുടെ ദിനചര്യയും നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സും എല്ലാം നിങ്ങൾ ആ ഒരു ആർമി ഓഫീസർ ആവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തതാണ്. നിങ്ങളുടെ ആഗ്രഹം അതായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, അതായത് ആ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടില്ലാത്തത് കൊണ്ട് അവിടെ എത്തുന്നില്ല. പക്ഷെ ഒരു ജോലി വേണമല്ലോ. അപ്പോൾ നിങ്ങൾ മറ്റൊരു ഫീൽഡിൽ പ്രവേശിക്കുന്നു. അത് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്ത ആ ഒരു ദിനചര്യയുമായിട്ടോ നിങ്ങളുടെ ഒരു എനർജിയുമായിട്ടോ ഒന്നും മാച്ച് അല്ലാത്തൊരു ജോലിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ശരിക്കും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ആ ഭാഗത്ത്. ആ ഫ്രസ്ട്രേഷനാണ് അത് തരുന്നത് 9ാം ഭാവത്തിലിരിക്കുന്ന പാപഗ്രഹങ്ങളാണ്. കാരണം അവിടെ ഭാഗ്യസ്ഥാനത്ത്, ഈ ഭാഗ്യസ്ഥാനം കഴിഞ്ഞിട്ടാണ് കർമ്മസ്ഥാനം വരുന്നത്. അപ്പോൾ ഭാഗ്യസ്ഥാനത്തിൽ ശനിയും ചൊവ്വയൊക്കെ വരുമ്പോൾ ഈ ഒരു ഫ്രസ്ട്രേഷൻ തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടാത്തതുപോലെ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഈഗോ സാറ്റിസ്ഫൈ ആവാത്തതുപോലെ. അത് സൂര്യൻ്റെ നക്ഷത്രങ്ങളിലൊക്കെ ജനിക്കുമ്പോൾ, ലഗ്നം, ചന്ദ്രൻ, ആത്മകാരക ഗ്രഹം ഒക്കെ സൂര്യൻ്റെ നക്ഷത്രങ്ങളിൽ ഇരിക്കുമ്പോൾ, ലഗ്നം സൂര്യൻ്റെ ലഗ്നമായി വന്നാൽ, സൂര്യൻ ജാതകത്തിൽ ഉച്ചത്തിലായിട്ടൊക്കെ വരുമ്പോൾ, നിങ്ങളുടെ ഈഗോ സാറ്റിസ്ഫൈ ആകാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും ജോലിയിൽ തുടരാനും. അതുപോലെ നിങ്ങളുടെ ആ ഒരു മാനസിക നില എങ്ങനെ മാനേജ് ചെയ്യണം എന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 9ാം ഭാവം എന്നത് നമ്മൾ വളരെ
കെയർഫുള്ളായിട്ട് നോക്കേണ്ടുന്ന ഒരു ഭാവമാണ്. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആയിരുന്നു. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.